നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ട് BJPയുടെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഒരു ലിസ്റ്റ് പോയിട്ടുണ്ട്. പക്ഷെ ഒരുപക്ഷെ അതൊരു ഔദ്യോഗിക ലിസ്റ്റ് ആയിരിക്കത്തില്ല, ഒരു അനൗപചാരിക ലിസ്റ്റ് ആയിരിക്കും. എന്തായാലും ഒരു ലിസ്റ്റ് പോയിട്ടുണ്ട്. അതിൽ കുമ്മനം രാജശേഖരൻ മുതൽ വിങ്ങേറ്റം ജിതിൻ ദേവ് വരെ, ഞാൻ പറഞ്ഞത് പ്രായത്തിൻ്റെ സീനിയർ വെച്ച് നോക്കുമ്പോൾ ഒരു വള്ളം ആളുകളുടെ പേര് ഓരോ മണ്ഡലത്തിനുമായിട്ട്, ഓരോ മണ്ഡലത്തിലും ഓരോരുത്തരുടെയും രണ്ടുപേരുടെയൊക്കെ പേര് പോയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ആളുകളുടെ പേരുകളാണ് പോയിരിക്കുന്നത്. നേമത്ത് നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എസ് സുരേഷ് മത്സരിക്കാനുള്ള സാധ്യത ഇപ്പോൾ കുറവാണ്. കാരണം സംഘടനാ സെക്രട്ടറി എന്നുള്ള നിലയിൽ സംഘടന മത്സരിക്കാൻ സാധ്യത കുറവാണ്. പിന്നെ അതേസമയം കാട്ടാക്കടയിൽ വലിയ മാറ്റമുണ്ടാക്കുന്ന ഒരു വലിയ പ്രതീക്ഷയിലാണ് നമ്മുടെ PK കൃഷ്ണദാസ് നിൽക്കുന്നത്. ചിലപ്പോൾ അദ്ദേഹം അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചാലും കാര്യമില്ല, ഒന്നും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചാലും അത്ഭുതമില്ല എന്ന് പറയുന്നത്, അത്ഭുതങ്ങൾ സൃഷ്ടിച്ചാലും അത്ഭുതമില്ല എന്ന് പറയുന്നതാണ് കാട്ടാക്കട. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആൻ്റണി തിരുവല്ലയിലേക്ക് ഇപ്പോൾ തന്നെ ആൾറെഡി അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. ഷോൺ ജോർജ് പാലായിലേക്ക് പണി തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വജസ്പതി ആലപ്പുഴയിൽ പണി തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പക്ഷേ ചെങ്ങന്നൂരും കേൾക്കുന്നുണ്ട്. ചെങ്ങന്നൂർ നദിയുടെ കുറച്ച് പുനരുദ്ധാരണം എന്നൊക്കെ പറഞ്ഞ് ചെങ്ങന്നൂർ കുറേ പരിപാടികളുമായിട്ട് വജസ്പതിയുണ്ട്, സന്ദീപ് വജസ്പതിയുണ്ട്. ഇനി ചെങ്ങന്നൂരാണോ ആലപ്പുഴ എന്നറിയില്ല. ജനറൽ സെക്രട്ടറി MD രമേശ് സീനിയർ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ തൃശ്ശൂരിലാണ് പരിഗണിക്കുന്നത്. ഒരുപക്ഷെ പത്മജ വേണുഗോപാലിൻ്റെ പേരും തൃശ്ശൂരിലേക്ക് വരികയാണ്. അങ്ങനെയാണെങ്കിൽ MD രമേശ് ചെങ്ങന്നൂരിലേക്ക് മാറുമോ അതോ പഴയതുപോലെ കോഴിക്കോടേക്ക് പോകുമോ എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രന് മണ്ഡലം നിശ്ചയിച്ചിട്ടില്ല. പക്ഷേ ഒരു 4-5 മണ്ഡലത്തിൽ അവരുടെ പേര്, അവർ തന്നെയാണ് എപ്പോഴും ഒരു ബിഗ് ഷോട്ട്, അവരുടെ പേര് 5ഓളം മണ്ഡലങ്ങളിൽ അവരുടെ പേര് കറങ്ങുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ വളരെ പ്രധാനപ്പെട്ട പേരുകളാണ് അവിടെ കറങ്ങുന്നത്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേര് വളരെ കൃത്യമായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റ് ചില പേരുകൾ കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. കരുനാഗപ്പള്ളി, അതുപോലെ തന്നെ പിന്നെ ചാത്തന്നൂർ, പിന്നെ തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളുടെയും സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളുടെയും ലിസ്റ്റുകൾ വരുന്ന കൂട്ടത്തിൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ, തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിൽ ശ്രീലേഖയുടെ പേരും കൃഷ്ണകുമാറിൻ്റെ പേരും വരും. പക്ഷേ ശ്രീലേഖ മത്സരിക്കുന്നില്ല എന്നാണ്, IPS മത്സരിക്കുന്നില്ല എന്നൊരു വാദം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കൃഷ്ണകുമാറിനാണ് ലക്കടിക്കുക. പിന്നെ ചാത്തന്നൂരിൽ മുമ്പ് മത്സരിച്ചിട്ടുള്ള മുൻ ജില്ലാ പ്രസിഡന്റ് VB ഗോപകുമാർ അവിടെ നല്ല വോട്ട് പിടിച്ചിട്ടുണ്ട്, 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ഗോപകുമാർ വന്നാലും അത്ഭുതപ്പെടാനില്ല. കരുനാഗപ്പള്ളി ഞാൻ നേരത്തെ പറഞ്ഞു, ജിതിൻ ദേവ്, ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഒരു ജിതിൻ ദേവാണ് കരുനാഗപ്പള്ളിയിൽ. കാഞ്ഞിരപ്പള്ളിയിൽ കോട്ടയം ജില്ലാ പ്രസിഡന്റായിരുന്ന, അതായത് അവരുടെ പഴയ ജില്ലാ പ്രസിഡന്റായിരുന്ന, 14 ജില്ലകൾക്ക് ഓരോ ജില്ലയ്ക്ക് ഓരോ പ്രസിഡന്റ് എന്നുള്ള പഴയ വലിയ കോട്ടയം ഒന്നായി കിടന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ജില്ലയുടെ പ്രസിഡന്റായിരുന്നു N ഹരി അവിടെ മത്സരിക്കാൻ സാധ്യതയുണ്ട്. 2020 40 സീറ്റുകളിൽ 2020ക്കും BDJSനും കൂടി ഒരു 40 സീറ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ തുടങ്ങി വളരെ വലിയ ഒരു സാധ്യതാ ലിസ്റ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം. BJPക്ക് ഞാൻ പറഞ്ഞ പോലെ പിന്നെ ആറന്മുളയിലാണ് കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്നത്. ആറന്മുളയിലാണ്. സുധീർ ചിലപ്പോൾ ചിറയൻകീഴ് മത്സരിക്കാൻ സാധ്യതയുണ്ട്. ഇനി ആശാനാഥിൻ്റെ പേരും ചിറയൻകീഴ് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പക്ഷേ ആശാനാഥ് ഇപ്പോൾ ഡെപ്യൂട്ടി മേയറാണ്. അടുത്ത മേയർ മിക്കവാറും വനിതയായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തുനിന്ന് മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ BJP കാൻഡിഡേറ്റ് ആക്കി മാറ്റാനൊക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ തിരുവനന്തപുരത്തുനിന്ന് പോകാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് ജയിക്കുകയാണെങ്കിൽ മാറണമല്ലോ. പക്ഷേ ജയിക്കലും ഈ പറഞ്ഞ ആറ്റിങ്ങൽ ഈ അത്ര ഒരു വലിയ സാധ്യതയുള്ളൊരു മണ്ഡലമല്ല. കാരണം പക്ഷേ വോട്ട് പിടിച്ചിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനൊക്കെ നന്നായി വോട്ട് പിടിച്ച സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള ഒരു ലിസ്റ്റ്, വളരെ സീനിയർ ആളുകൾ മുതൽ അനുഭവ സമ്പത്തുള്ളവർ മുതൽ, പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു പേരാണ് വി മുരളീധരൻ കഴക്കൂട്ടത്ത് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ വലിയ ഒരു ലിസ്റ്റ് ആയിട്ടുണ്ട് എന്നാണ് അറിയുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം. അവർ ഇപ്രാവശ്യം പല മണ്ഡലങ്ങളിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്നാണ് അവരുടെ വാദം. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ, അത് പറയാം, മഞ്ചേശ്വരത്തോട്ട് നമ്മൾ പോയില്ല. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. പാലക്കാട് BJP ഇപ്രാവശ്യം പിടിച്ചാൽ അത്ഭുതപ്പെടാനില്ല. കാരണം അവിടെ ഷാഫി പറമ്പിലിൻ്റെയും അതുപോലെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെയും ഒക്കെ ഗ്രാഫ് കുറച്ചൊന്ന് ഇടിഞ്ഞിട്ടുണ്ട്. ആ ഇടിഞ്ഞ ഗ്യാപ്പ് നല്ലൊരു കാൻഡിഡേറ്റ് നിർത്തിയാൽ തീർച്ചയായിട്ടും അവിടെ ഗ്രൂപ്പുകൾക്ക് അതീതമായ ഒരു കാൻഡിഡേറ്റ് നിർത്തിയാൽ പാലക്കാട് ഈ പ്രാവശ്യം BJP പിടിച്ചാലും
അത്ഭുതപ്പെടാനില്ല. അപ്പോൾ മഞ്ചേശ്വരം സുരേന്ദ്രനും പാലക്കാട് സീറ്റും, പിന്നെ ഇനി താഴേക്ക് വരുമ്പോൾ ചാത്തന്നൂർ, തിരുവനന്തപുരത്തെ 2-3 സീറ്റുകൾ, തിരുവനന്തപുരത്തെ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം സിറ്റി, ഇങ്ങനെ തുടങ്ങിയ പല സീറ്റുകളെ സംബന്ധിച്ചും BJP ഒരു 10ഓളം സീറ്റുകളിൽ BJP നന്നായി കണ്ണുവയ്ക്കുന്നുണ്ട്. 34-35 സീറ്റുകളിലെങ്കിലും 2ാം സ്ഥാനത്ത് എത്തുക എന്നുള്ളൊരു ചലനവും അവർ വച്ചിട്ടുണ്ട്. എന്തായാലും BJP വലിയ തോതിൽ അക്കൗണ്ട് തുറക്കുകയും അതിനിടയിൽ മറ്റൊരു വാർത്ത കൂടെ കേൾക്കുന്നുണ്ട്. വൈഷ്ണ സുരേഷ് എന്ന് പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടടയിൽ നിന്ന് ജയിച്ചിട്ടുള്ള 24 വയസ്സുള്ള KSUവിൻ്റെ നേതാവായിട്ടുള്ള ജയിച്ച് കൗൺസിലറായ വൈഷ്ണ സുരേഷിനെ വട്ടിയൂർക്കാവിനെ നേമത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തുകയും കേരള മുരളീധരൻ കോൺഗ്രസിൻ്റെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കുകയും ഇതൊരു പരസ്പര ധാരണയുടെ പുറത്ത് ഒരു ചാവേറായിട്ട് വൈഷ്ണ വരികയും അവിടെ രാജീവ് ചന്ദ്രശേഖർ വലിയ വോട്ടിന് ജയിക്കുകയും പകരം ഇവിടെ നമ്മുടെ നഗരത്തിലെ വട്ടിയൂർക്കാവിൽ മുരളീധരൻ ജയിക്കുകയും ചെയ്യുന്ന ഒരു അന്തർധാര ഉണ്ടാകുമെന്നുള്ള വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ ഗോസിപ്പുകളായിരിക്കാം, അല്ലെങ്കിൽ കരക്കമ്പികളായിരിക്കാം. പക്ഷേ നമ്മൾ ഒരു ചാനൽ എന്നുള്ള നിലയിൽ വരുന്ന കാര്യങ്ങളെ അനലൈസ് ചെയ്ത് പുറത്തു വിടുന്നതെന്നുള്ളതാണ് എൻ്റെ കാര്യം. എന്തായാലും വളരെ വലിയ തോതിലുള്ള ഒരു അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും BJP സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബ്രേക്ക് ത്രൂ ആണ് ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ്. അപ്പോഴും ചില പ്രതിസന്ധികളുണ്ട് BJPയിൽ. ഒന്നാമത്തെ വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ആഭ്യന്തരമായിട്ടുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഒറ്റയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്നു, ആരുമായിട്ട് ആലോചിക്കുന്നില്ല. ഇന്നലെ സന്ദീപ് വചസ്പതിക്കെതിരെയും ആലപ്പുഴയിൽ നിന്ന് ചില അവസരങ്ങളൊക്കെ ആലപ്പുഴയിൽ നിന്ന് വന്നിട്ടുണ്ട്, വാർത്തകളായി സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ആർക്കും എന്ന് പറയാമല്ലോ. പിന്നെ ഫ്രോഡ് ന്യൂസുകളുമുണ്ട്, നല്ല ന്യൂസുകളുണ്ട്, പക്ഷേ എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചില ആഭ്യന്തര കലാപങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. 14% വോട്ട് മാത്രം, 15% താഴെ വോട്ട് മാത്രമേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പിടിച്ചിട്ടുള്ളൂ. അതേസമയം നേരത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 19% വോട്ട് പിടിച്ചിരുന്നു. ആ 19%-ത്തെ 20-25% ആക്കാൻ പറ്റിയാൽ BJP കേരളത്തിൽ അത്ഭുതം സൃഷ്ടിക്കും. 2020-യുടെ 2 മണ്ഡലത്തിൽ അവർ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അത് അവർക്ക് കിട്ടാനുള്ള സാധ്യത, ഒരു മണ്ഡലമെങ്കിലും അവർക്ക് കുന്നത്നാട് അവരുടെ ഒരു പ്രദേശം, അതായത് ഈ കിഴക്കൻ പഞ്ചായത്തൊക്കെ ഇരിക്കുന്ന, ഐക്കര പഞ്ചായത്തൊക്കെ ഇരിക്കുന്ന ആ പ്രദേശം ഒരു പക്ഷേ അവർ 2020 കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഇനി സാബു ജേക്കബ് തന്നെ മത്സരിക്കുമോ എന്നതും നമുക്ക് ഒരു അത്ഭുതമായി കാത്തിരുന്നു കാണാം.